വെൽക്കം ഓൾ, ഹിയർ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്, യുനാനി ജനറൽ ഫിസിഷ്യൻ. 2016 മുതൽ 7 വർഷത്തോളം ഞങ്ങളുടെ കലാലയ ജീവിതത്തിൽ പഠനങ്ങൾ നടത്തിയെങ്കിലും 2023 ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് വേണ്ടി റിക്വസ്റ്റ് നൽകുകയും അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഫലം, അത്തരത്തിലൊരു ഡേ നമുക്കുണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം എത്തിയിരുന്നു. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും ഇതേപോലെയുള്ള സന്തോഷ നിമിഷങ്ങൾ പാരൻസിനോടും മറ്റ് സപ്പോർട്ടീവ് മെമ്പേഴ്സിനോടുമെല്ലാം നമ്മുടെ ഡ്രീമിലുണ്ടായിരുന്ന ഒരു പിക്ചർ തന്നെയാണ്. ആ പിക്ചർ അവിടെ നഷ്ടപ്പെടുമോ എന്നുള്ള വേദനകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സീനിയർ ബാച്ചും ഞങ്ങളുടെ ജൂനിയർ ബാച്ചും എല്ലാം കൂടിയിട്ട് പ്രൈവറ്റായിട്ട് മറ്റൊരു സ്ഥലത്ത് നടത്തുവാനും അതിലേക്ക് കോളേജിൻ്റെ അധികൃതരെ ക്ഷണിക്കുവാനും ടീച്ചേഴ്സിനെയൊക്കെ ക്ഷണിക്കുവാനും എല്ലാം അത്തരത്തിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കോളേജുമായി സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റായിക്കൊണ്ടാണ് കോൺവൊക്കേഷൻ പ്രോഗ്രാം നടത്താൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളെല്ലാവരും സന്തുഷ്ടരായിരുന്നു. കാരണം 6-7 വർഷത്തോളം പഠിച്ച നമ്മുടെ സഹോദര സുഹൃത്തുക്കൾ, അതുമാത്രമല്ല ഞങ്ങളുടെ മറ്റു ബാച്ചിലെ സുഹൃത്തുക്കളുമെല്ലാം ഒരുമിച്ച് കൂടുന്നവരുടെ വളരെയധികം കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മയായിരിക്കുന്ന കലാലയ ജീവിതത്തിൻ്റെ അവസാന നാളെന്ന് പറയാം. അത്തരത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരുപാട് നേരം, ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് നാൾ ഞാനതിനെ മിസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഡേ, അത്തരത്തിലൊരു ഡേ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റായി കോളേജ് തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതിൻ്റെ പിന്നാമ്പുറത്തിൽ വർക്ക് ചെയ്ത എല്ലാ വോളണ്ടിയേഴ്സിനും എല്ലാ അധികൃതർക്കും നന്ദി അറിയിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയൊരു പ്രോഗ്രാം, ബ്യൂട്ടിഫുൾ ആയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു ഗ്രാജുവേഷൻ സെറിമണി. 2016 ഞങ്ങൾ കോളേജ് ജോയിൻ ചെയ്യുന്നത്. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ്, മർക്കസ് നോളജ് സിറ്റി. ഏറെ പ്രതീക്ഷകളോടുകൂടി ഒരു ഡോക്ടറാകുമെന്നുള്ള സ്വപ്നത്തോടു കൂടി പലരും കോളേജ് ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് മുമ്പിൽ 2015 ഫിനിക്സ് ബാച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ഞങ്ങൾക്കൊരുപാട് പ്രതീക്ഷകളും ഞങ്ങളുടെ മുൻപിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നത് പോലെ ആ ബാച്ചിലെ ഒരുപാട് പേർ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ പിന്നിലായതുകൊണ്ട് തന്നെ അവരുടെ പുതിയ കോൺട്രിബ്യൂഷനുകളിലേക്കും പുതിയ പഠന രീതികളിലേക്കും അവരുടെ പഠനങ്ങൾ നമുക്ക് ഉതകുന്ന രീതിയിലേക്കുമെല്ലാം ഉപകാരപ്രദമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ 2 ബാച്ചും സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ബന്ധങ്ങൾ പലരുമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരുപാട് ബാച്ച് വരികയുണ്ടായി. ബോയ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കഴിവുകളും സ്കിൽസുകളുള്ള ആളുകളാണ്. ആ സ്കില്ലിനെല്ലാം ഡെവലപ്പ് ചെയ്യുവാൻ എല്ലാവരും തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതിനൊക്കെ കാരണം നമ്മുടെ കോളേജ് അത്തരത്തിലുള്ള സ്കിൽസിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആർട്സ്, സ്പോർട്സ് പോലത്തെ പരിപാടികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപ്രകാരം ഞാൻ ഒരു ആർട്സ് സ്പോർട്സ് പ്രോഗ്രാം വരുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ തന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സീനിയേഴ്സ്, ജൂനിയേഴ്സ്, ക്ലാസ്മേറ്റ്സിനോട് നല്ല ബന്ധം പുലർത്തുവാനും സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരുപാട് അപാകതകളുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ടാകും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും, കാലങ്ങൾ കഴിഞ്ഞു പോകവേ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പേരോട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയും, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുന്ന നമ്മുടെ കോളേജിൽ പലരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടായിരുന്നു. പാട്ടുകൾ പാടാൻ വേണ്ടി പ്രചോദിപ്പിച്ചവരും അവരെയും ഞാൻ ഈ അവസരത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടും എനിക്കുണ്ടായിരുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അടുത്ത നാളുകളിലായി എനിക്ക് പ്രചോദനം നൽകിയവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു ചരിത്ര താളുകളിലെ വാക്കുകളിലേക്ക് ഞാൻ ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ കലാലയ ജീവിതത്തിൽ ക്ലാസ്സുകൾക്ക് പുറമെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി വന്നപ്പോൾ വളരെ കളർഫുള്ളായ ഒരു കോളേജ് ലൈഫായി മാറിയെന്നുള്ളത്. അതിലേറെ മനസ്സിന് മറക്കാൻ പറ്റാത്തൊരു എക്സിബിഷനായിരുന്നു 2018 ഓർക്കുന്നു. മർക്കസ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവക്സിയ എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ നമ്മളും സീനിയേഴ്സും ജൂനിയർ ബാച്ചും കൂടിയിട്ട് നടത്തിയിരുന്നു. അത് വളരെയധികം മനസ്സിൽ ഇപ്പോഴും ആ പിക്ചറുകൾ ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളത്. കാരണം അവിടെ ഒരു സാധാരണ രീതിയിലുള്ള
ഒരു എക്സിബിഷൻ അല്ലായിരുന്നു. എല്ലാവർക്കും നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുകയും ഓരോ അവയവങ്ങളെക്കുറിച്ചും എല്ലുകളെക്കുറിച്ചും ഇങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമ്മിൽ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറെടുത്തു എന്നുള്ളതാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോകവേ കോളേജിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും വേളയിൽ എനിക്ക് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെയും സീനിയേഴ്സിനെയും സമീപിച്ചിരുന്നു. എല്ലാവരും തന്നെ നല്ല രീതിക്ക് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ഇന്നത്തെ മികവിന് കാരണവും ഇനി വരാനിരിക്കുന്ന മികവിന് കാരണവും എല്ലാം നിങ്ങളുടെ എനിക്ക് തന്ന പ്രചോദനങ്ങളും ഡൗട്ട് ക്ലിയറൻസുമായിരുന്നു. അത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് വ്യത്യസ്ത ചിരിപ്പിക്കുന്നതും തമാശകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കോളേജ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അഥവാ ഫൈനൽ ഇയർ, ഇന്റേൺഷിപ്പ്, ഇങ്ങനെയാണ് നമ്മുടെ പീരീഡ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നുകൂടി ഫ്രീ ആയി എല്ലാവരോടും ഒന്നുകൂടി അടുക്കാൻ പറ്റിയത് ഒരു പക്ഷേ ഇന്റേൺഷിപ്പിലായി. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിൽ തന്നെ ഞങ്ങൾ പല പാർട്ടുകളായി തിരിഞ്ഞതുകൊണ്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടി അവിടെ വിട്ടുപോയിട്ടുണ്ട്. അതും ഒരു മിസ്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ, മിസ്സ് ചെയ്യുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളുകൾ ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ വീണ്ടും എനിക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് കോളേജിലേക്ക് മാറ്റി പോകുന്നുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ശരിക്കും മിസ്സ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മിസ്സ് ചെയ്ത ആ നാൾ ഒരിക്കൽ കൂടി തിരിച്ചെത്തിയപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. ഒരുപാട് ആളുകളോട് അന്ന് സംസാരിക്കാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ കാരണം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ, ഓരോരുത്തരോടും സംസാരിക്കുന്നത് പോലെ അത് നിങ്ങൾ കണക്കിലെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതേ പ്രകാരം മറ്റു യാത്രകളാണെങ്കിൽ ഇപ്പോൾ കൊടൈക്കനാൽ ഒരു യാത്ര പോയിരുന്നു ക്ലാസ്സിലെല്ലാവരും. അപ്പോൾ ഞാൻ ആ യാത്ര വരുന്നില്ല എന്ന് തീരുമാനിച്ച ആളായിരുന്നു. പക്ഷേ എന്നോട് കുറച്ച് ആളുകൾ എന്തായാലും വരണം, നമ്മുടെ ആദ്യത്തെ ഒരു യാത്രയല്ലേ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനും അടുക്കാനും നല്ല രീതിക്ക് നമുക്ക് എന്നും ഓർമ്മയാകാനുമുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മുൻതൂക്കം കൊടുക്കുകയും ഞാൻ യാത്ര പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതായിരുന്നു എന്നേക്കും ഞങ്ങൾക്കുള്ളൊരു ട്രിപ്പ് എന്ന് പറയാം. കാരണം അതിനുശേഷം ഫൈനൽ ഇയറിൻ്റെ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്തെങ്കിലും കൊറോണ കാരണം നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ലൈഫിലെ ഒരു യാത്രയും ഞങ്ങളുടെ നല്ല സൗഹൃദവും പങ്കുവെച്ച ഒരു ദിവസം എന്ന് പറയുന്നതും ആ യാത്ര തന്നെയായിരുന്നു. അതിലൊരുപാട് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യാത്രയിലെ ഭക്ഷണ ക്രമീകരണങ്ങളും മറ്റും തന്നെ. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ VR1 എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഹൈജിയാൻസ് VR1 എന്ന് പറഞ്ഞിട്ട്. ഹൈജിയാൻസ് എന്ന് പറഞ്ഞാൽ ഹൈജിയ, ക്ലീൻ, വൃത്തിയായിട്ടുള്ള ഒരു ടീം, നല്ല ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടീം എന്ന അർത്ഥം വെക്കുകയും VR1 ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, യൂണിറ്റി ഉണ്ടായിട്ടുള്ള ഒരു ഒറ്റക്കെട്ടാണ് എന്ന് അറിയിക്കുന്ന സന്ദേശം നൽകുന്ന ഒരു നാമകരണം തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ്സിന് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. യൂണിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സീനിയർ ബാച്ചാണ്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് മുന്നേറ്റങ്ങൾ അവരിൽ നിന്നും ഇപ്പോൾ നിലവിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ വരെ നമുക്കൊരു പ്രചോദനമാണതെല്ലാം. അവരെ നമ്മൾ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇതേ പ്രകാരം നമ്മുടെ ജൂനിയർ ബാച്ച് ആയാലും തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ ഇന്നും നമ്മുടെ യുനാനി സിസ്റ്റത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും നമുക്ക് പഠനവേളകളിൽ അവർ ക്യാമ്പ് നടത്തുന്ന അവരുടെ രീതികൾ, വർഷം എന്ന ടീം അവരെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ഒരുപാട് ക്യാമ്പുകൾ നടത്തുകയും ആളുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള അവരുടെ പ്ലാനുകളും പദ്ധതികളും വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ഇതേപോലെ ലക്കാസിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലക്കാസിയൻസ് എങ്ങനെയാണ് പേരിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എനിക്കറിയില്ല. എനിവേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കരുതുന്നു. അവരെയും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ സംസാരങ്ങളും അവരുടെ ക്യാമ്പിന് വരുമ്പോൾ അവരുടെ പെർഫോമൻസും എല്ലാം വളരെയധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെയും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവരുടെ ബന്ധങ്ങളെ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ ഇന്നും നമ്മുടെ ഒരു ബ്രദർ എന്ന് കണ്ടുകൊണ്ട് അവരുടെ ബന്ധങ്ങൾ എന്നും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. 6 വർഷക്കാലങ്ങളിലെ കലാലയ ജീവിത ചരിത്രങ്ങൾ എല്ലാം ഓർത്തെടുത്ത് വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ പറയുക എന്നുള്ളത് പ്രയാസകരമാണ്. എങ്കിലും അല്പം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പാർട്ടുകളായി സമയത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.